പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനും എഴുത്തുകാരനുമായ എസ്.കെ. പൊറ്റക്കാടിന്റെ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. ഈ നോവലിന്റെ ആസ്വാദനക്കുറിപ്പാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ പേര് മരിയ ചിനുമോൻ. എസ്.കെ. പൊറ്റക്കാടിന്റെ പ്രശസ്ത നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയേറെ വിസ്മയം തീർത്ത ഒരു നോവൽ വേറെയില്ല. ഈ നോവൽ ആത്മകഥാപരമായ ഒരു നോവലാണ്. അതിരണിപ്പാടം എന്ന ദേശമാണ് ഈ കഥയിലുള്ളത്. അതിരണിപ്പാടവും കടന്ന് യൂറോപ്പിലൂടെയും ആഫ്രിക്കയിലൂടെയും പോകുന്നുമുണ്ട്. ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ വളരെ രസകരമായ പേരുകളാണ്. ഞണ്ടുഗോവിന്ദൻ, കൂനൻ വേലു, പറങ്ങോടൻ എന്നിങ്ങനെയെല്ലാമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ. ശ്രീധരനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ശ്രീധരന്റെ ജനനം മുതലുള്ള സംഭവ വികാസങ്ങളുടെ വർണ്ണനയാണ് ഈ നോവലിന്റെ ആരംഭം. ശ്രീധരന്റെ ശൈശവം മുതൽ മധ്യവയസ്സ് എത്തും വരെ ആരെല്ലാം അദ്ദേഹത്തോട് സമ്പർക്കം പുലർത്തുന്നു ആ നൂറുകണക്കിന് മനുഷ്യരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ഈ നോവലിന് ജ്ഞാനപീഠ പുരസ്കാരവും സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ നോവൽ വായിക്കുമ്പോൾ വായനക്കാര് പോലും അറിയാതെ അവരുടെ മുമ്പിലേക്ക് ഓരോരോ കഥാപാത്രങ്ങളും തെളിഞ്ഞു വരുന്നു. ഈ നോവൽ വളരെ മനോഹരമായ ഒരു നോവലാണ്. നന്ദി, നമസ്കാരം. അനന്തപുരിയിൽ വീണ്ടും ഒരു വായനയുടെ ഉത്സവകാലം കൂടി. എഴുത്തിന്റെയും വായനയുടെയും കലയുടെയും 7 നാളുകൾ. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പ് 2025 ജനുവരി 7 മുതൽ 13 വരെ കേരള നിയമസഭാ മന്ദിരത്തിൽ. അനന്തപുരിയിൽ വീണ്ടും ഒരു വായനയുടെ ഉത്സവകാലം കൂടി. എഴുത്തിന്റെയും വായനയുടെയും കലയുടെയും 7 നാളുകൾ. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പ് 2025 ജനുവരി 7 മുതൽ 13 വരെ കേരള നിയമസഭാ മന്ദിരത്തിൽ.